ഹലോ വെൽക്കം ടു ഷാലൂസ് വേൾഡ്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റായൊരു ഓറഞ്ച് കേക്കാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതേപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതിൽ പ്രത്യേകിച്ചിട്ട് ഞാൻ ക്രീമൊന്നും ഒന്നും യൂസ് ചെയ്യുന്നില്ല. നല്ല ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയൊരു കേക്കാണ്. അപ്പോൾ നമുക്ക് നോക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസിന് ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദയാണ്. ആ 1 കപ്പ് മൈദയ്ക്ക് ഞാനൊരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും അതേപോലെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ കേട്ടോ. മെഷർമെൻറ്റ്സ് തെറ്റരുത്. എന്നിട്ട് ഞാൻ അതിലോട്ട് കറുവാപ്പട്ടയുടെ സ്റ്റിക്കില്ലേ അതിൻ്റെ 1/2 ടേബിൾ സ്പൂണ് അതും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായി അരിപ്പയിലെടുത്തിട്ട് നന്നായി അരിച്ചെടുക്കണേ. ഈ അരിച്ചെടുക്കുമ്പോഴല്ലേ എല്ലാതും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആവേ. ഇപ്പം നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലൊന്നും ചേർക്കാനില്ല. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മുട്ട, ഇവിടെ ഞാൻ 3 കോഴിമുട്ടയാണ് എടുത്തേക്കണത്. അത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അതിന് മുന്നേ നമ്മൾ ബൗള് എപ്പോഴും നല്ല ഡ്രൈ ആക്കിയിട്ട് വേണം നമ്മൾ മുട്ട ബീറ്റ് ചെയ്തിട്ടെടുക്കാൻ. ഇനിയും നമ്മളെ മുട്ട നന്നായി നന്നായി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ പൊടിച്ച പഞ്ചസാരയാണ് ആഡ് ചെയ്യണത്, 1/2 കപ്പ്. ഇപ്പോൾ പൊടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സാധാ അങ്ങനെ തന്നെ ഇട്ടാൽ മതി. അതും 1/2 കപ്പ് ആയിരിക്കണേ. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ മിക്സ്ചർ ഒന്നും കൂടി നല്ലൊന്ന് തിക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ബീറ്റ് ചെയ്യുമ്പോഴല്ലേ നമ്മൾ ഒന്ന് ചെറുതിൽ നിന്ന് കുറച്ചൊന്ന് ബീറ്റ് ചെയ്തിട്ട് പിന്നെ വേണം നമ്മളൊന്ന് സ്പീഡാക്കാൻ. അപ്പോൾ പെട്ടെന്നൊന്ന് നമുക്ക് ക്രീമി ആയിട്ടൊന്ന് കിട്ടുമേ. ഇനി ഞാനിതിലോട്ട് വാനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസാണ് ആഡ് ചെയ്തത്. വാനില എസൻസ് ചെയ്യുമ്പോൾ നമുക്ക് ആ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടും. ഇനി ഇതിലോട്ട് ഓറഞ്ച് പീൽ, ഞാൻ ഓറഞ്ചിൻ്റെ തൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തതാണേ. അപ്പോൾ ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മളെപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ഓരോ ടൈമിൽ ഒഴിക്കണം, അപ്പോഴേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഞാൻ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ബ്ലെൻഡറില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വിസ്ക് എടുത്തിട്ടൊന്ന് നന്നായി ഒന്ന് വിസ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നന്നായി കറക്റ്റായിട്ട് തന്നെ കിട്ടും. നല്ല ഫ്ലഫി ആയിട്ട് തന്നെ നമ്മളെ കേക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്കിതിലോട്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റായ 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസും കൂടി ആഡ് ചെയ്യാം. ഇപ്പോൾ മുസംബി ജ്യൂസ് ആയാലും മറ്റേ ഓറഞ്ച് ജ്യൂസ് ആയാലും കുഴപ്പമൊന്നുമില്ല, നല്ല സെയിം ടേസ്റ്റ് തന്നെ കിട്ടാം. എന്നിട്ട് ഒന്നും കൂടി ഒരു 2 മിനിറ്റോളം ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിതിലോട്ട് ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ 3 ആയിട്ടോ 2 ആയിട്ടോ ഹാഫ് ആക്കിയിട്ട് വേണം നമ്മളിതിലോട്ട് ചേർക്കേണ്ടത്. അപ്പോൾ വേഗം നമുക്കൊന്ന് മിക്സായി കിട്ടും. ഇപ്പോൾ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഉണ്ടാക്കുന്നത് സോസ് പാനിലാണ്. അപ്പോൾ നമുക്ക് സോസ് പാനിൽ നമുക്കൊന്ന് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് നമുക്കിതിലോട്ട് ആ ബാറ്റർ ഒഴിക്കാം. ഇപ്പം നമ്മൾ ബട്ടർ പേപ്പർ ഇല്ല എന്ന് വിചാരിച്ചു, കുഴപ്പമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടൊന്ന് ബ്രഷ് ചെയ്യുക, അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടർ ആണെങ്കിൽ ഒന്ന് ബ്രഷ് ചെയ്തിട്ടെടുത്താൽ മതി. ഇപ്പം നോൺ സ്റ്റിക്കിൻ്റെ സോസ് പാൻ ആണെങ്കിൽ അത്ര ബട്ടറിൻ്റെ ആവശ്യമില്ല, പെട്ടെന്ന് നമുക്ക് ബേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം കിട്ടും.
അപ്പോൾ നമ്മൾ സോസ് പാനിൽ നമ്മൾ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ യൂസ് ചെയ്യണത് ഒരു ദോശച്ചട്ടിയാണ്. ആ ദോശച്ചട്ടി ഒന്ന് വെച്ചിട്ട് വേണം ഈ സോസ് പാൻ അതിൻ്റെ മേലെ വെക്കാൻ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു 5-6 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സോസ് പാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലെയിം ഒന്ന് ഒരു സെമി ഫ്ലെയിമിൽ, ഓക്കെ, സെമി മീഡിയം ഫ്ലെയിമിലൊന്ന് വെച്ചിട്ട് വേണം. നന്നായി ക്ലോസ് ചെയ്തിട്ട് ഇതാ ഈ ഒരു ഹോളിലെ അവിടെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് 20 മിനിറ്റ് നമുക്ക് ബേക്കിംഗ് ടൈമായിട്ട് കൊടുക്കാം. അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മളെ കേക്ക് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ ടൂത്ത് പിക്ക് എടുത്തിട്ടൊന്ന് കുത്തിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവാം. നന്നായി ഒന്ന് ബേക്കായിട്ട് കിട്ടുന്നുണ്ട്. ഒരു 20 മിനിറ്റ് മാത്രം നമുക്ക് മതി കേട്ടോ. അങ്ങനെ നമ്മളെ കേക്ക് ഇവിടെ റെഡിയായി. കണ്ടോ, നമുക്ക് ഓവനൊന്നും വേണ്ട, ജസ്റ്റ് ഒരു സോസ് പാൻ മാത്രം മതി. നല്ല സോഫ്റ്റ് ആട്ടോ നമ്മളെ കേക്ക്. അപ്പോൾ നമ്മളെ കേക്ക് ഇത്രയും സോഫ്റ്റ് ആവണമെങ്കിൽ നമ്മൾ മെഷർമെൻറ്റ്സ് ശരിക്കും പറഞ്ഞാൽ കറക്റ്റായിട്ടുണ്ടെങ്കിൽ ഏത് കേക്കും സോഫ്റ്റ് ആവും. അപ്പോൾ ഇതിലോട്ട് പ്രത്യേകിച്ച് നമുക്ക് വേറൊരു ക്രീമിൻ്റെ ആവശ്യമൊന്നുമില്ല, അത്രക്കും ടേസ്റ്റാണ് നമ്മൾ ഓറഞ്ച് കേക്ക്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് എന്നെ സപ്പോർട്ട് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.